ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് തകർന്നു. ട്രെയിൻ ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി നിർത്തി. പോലീസിനെ തള്ളിയിട്ട് വിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്ക് ശേഷം ചേർപ്പ് പോലീസ് പിടികൂടി. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച 2 പേരും പോലീസിന്റെ പിടിയിൽ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് 64 ദിവസം. ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നത് വ്യാപകം. പുഴയിൽ നിന്നും ദിവസവും എടുക്കുന്നത് 100 കണക്കിന് ടൺ മണൽ. വാൽപ്പാറയിൽ വീണ്ടും കരടിയുടെ ആക്രമണം. നടന്നു പോകുന്നതിനിടെ എസ്റ്റേറ്റ് ജീവനക്കാരനെയാണ് ആക്രമിച്ചത്. വാൽപ്പാറയിൽ കരടി ആക്രമണം തുടർക്കുന്നു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തിനശിച്ചു. ഇരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു. പശുവിന്റെ പാൽ കുടിച്ചവർ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിലേക്ക് വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. ഹൈ വോൾട്ടേജ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയമായതിനാൽ ലോറിയുടെ മുകളിലേക്ക് തീപ്പൊരി ചിതറിയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളിൽ തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കൊച്ചിയിൽ നിന്ന് ഭാരത് പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള പരശുറാം എക്സ്പ്രസിന് പോകാൻ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ലോറി കടന്നുപോകാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ഗേറ്റിൽ ഇടിച്ചതറിയാതെ ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു. ഇത് കണ്ട് നാട്ടുകാർ അറിയിച്ചതോടെയാണ് ലോറി പിറകിലേക്ക് മാറ്റിയത്. റെയിൽവേ കരാർ ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ നിന്നും ഗേറ്റ് എടുത്തു മാറ്റി. അപകടത്തെ തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ചാലക്കുടിയിൽ നിന്നും റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി വൈദ്യുതി കമ്പിയിലെ അറ്റകുറ്റപ്പണികൾ നടത്തി. അപകടത്തെ തുടർന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടു. ഗേറ്റ് തകർന്നതോടെ പുതുക്കാട് ഇരിങ്ങാലക്കുട ഊരകം റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. TCV പുതുക്കാട്. എഞ്ചിന് തകരാറായതിനെ തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി നിർത്തിയിട്ടു. നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് ആണ് എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് നിർത്തിയിട്ടത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. ഇതേ തുടർന്ന് പാലക്കാട് എറണാകുളം പാതയിൽ മെമു അടക്കം പല ട്രെയിനുകളും വൈകിയാണ് ഓടിയത്. പോലീസിനെ തള്ളിയിട്ട് വിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്ക് ശേഷം ചേർപ്പ് പോലീസ് പിടികൂടി. ഇന്നലെ രാത്രിയാണ് സംഭവം. ലഹരിക്കേസിലെ പ്രതി ചൊവ്വൂർ സ്വദേശി മാളിയങ്കൽ ജിനു ജോസാണ് പോലീസിനെ തള്ളിയിട്ട് രക്ഷപ്പെട്ടത്. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമായി നടക്കുന്നതിനിടെ ഒല്ലൂർ ആനക്കല്ലിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ജിനു ജോസിനെ രക്ഷപ്പെടാൻ സഹായിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ ദിൽജിത്ത്, അരുൺ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. 11.65 ഗ്രാം MDMA-യുമായി ജിനു ജോസിന്റെ സുഹൃത്ത് ജിഷ്ണുവിനെയും പോലീസ് പിടികൂടി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. 64 ദിവസമായി പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നില്ല. റോഡിലെ ഗതാഗതക്കുരുക്ക് പതിവായതോടുകൂടിയാണ് ഹൈക്കോടതി ടോൾ പിരിക്കുന്നത് നിർത്തി ഉത്തരവിട്ടത്. പലതവണ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും റോഡ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം.
ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നു. യന്ത്ര സംവിധാനം ഉപയോഗിച്ചാണ് മണൽ ഖനനം. ഇത് സംബന്ധിച്ച് യാതൊരു കണക്കും അധികൃതരുടെ കൈവശമില്ല. കാഞ്ഞിരപ്പുഴയിൽ VP തുരുത്തിന് സമീപവും കനോലി കനാലിൽ രണ്ടിടങ്ങളിലുമാണ് മണലൂറ്റുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഖനനം ചെയ്യുന്ന മണൽ വലിയ പൈപ്പിലൂടെ കരയിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ദിവസവും 100 കണക്കിന് ടൺ മണലാണ് പുഴയിൽ നിന്നും എടുക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരം ഇറിഗേഷൻ വകുപ്പിനാണ് മണൽ ഖനനത്തിന്റെ നിയന്ത്രണ ചുമതല. എന്നാൽ എത്ര ടൺ മണൽ ഖനനം ചെയ്യാൻ അനുമതിയുണ്ടെന്നോ ഇതുവരെ എത്ര മണൽ ഖനനം ചെയ്തെന്നോ അധികൃതർക്ക് ധാരണയില്ല. തീർച്ചയായിട്ടും ഈ മേഖലയിലെ ഒട്ടനവധി കുടുംബങ്ങൾ ഉപജീവനമാർഗമായിട്ട് മണൽ തൊഴിൽ അനുബന്ധ തൊഴിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഊറ്റുന്ന മണൽ ഇത് പൊതു സ്വത്താണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ട് സർക്കാരിലേക്ക് കെട്ടിവെച്ചിട്ടാണോ ഇത്തരം പ്രവർത്തനം നടക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്തെ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ട തൊഴിൽ വീണ്ടും എടുക്കണമെന്നും മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുന്ന ആ തുരുത്ത് അത് അപകടാവസ്ഥയിൽ ആകുന്ന തരത്തിലുള്ള മണലെടുപ്പിനെ തടയുകയും വേണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെയും ഇറിയാട് പഞ്ചായത്തിലെയും പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് 100 കണക്കിന് തൊഴിലാളികൾ മണൽ വാരി ഉപജീവനം നടത്തിയിരുന്നു. അക്കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മണൽ വാരൽ പാസിലൂടെ മികച്ച വരുമാനവും ലഭിച്ചിരുന്നു. ചിലയിടങ്ങളിൽ മണൽ വാരൽ അനിയന്ത്രിതമായതോടെ ഇതിനെതിരെ നടപടികളുണ്ടായി. മണൽ ലോറികൾ പിടിച്ചെടുക്കലും മണൽ വഞ്ചികൾ നശിപ്പിക്കലും വ്യാപകമായി നടന്നു. പിന്നീട് മണൽ വാരൽ ഏറെക്കുറെ ഇല്ലാതായി. എന്നാൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ സ്വകാര്യ കരാറുകാർ അനിയന്ത്രിതമായി മണലെടുക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണ്. മണൽ കയറ്റിയ കൂറ്റൻ ലോറികൾ പാഞ്ഞു പോകുന്നത് മൂലം ഗ്രാമീണ റോഡുകൾ തകർന്നടിഞ്ഞു. ഇതൊന്നും നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നുമില്ല. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ ജീവനക്കാരനായ കാളീശ്വരനാണ് ആക്രമണത്തിനിരയായത്. ബുധനാഴ്ച രാത്രി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് കാളീശ്വരന് നേരെ കരടിയുടെ ആക്രമണമുണ്ടായത്. തേയിലത്തോട്ടത്തിൽ നിന്ന് പാഞ്ഞെത്തിയ കരടി കാളീശ്വരനെ ആക്രമിക്കുകയായിരുന്നു. കരടിയുടെ നഖം കൊണ്ട് കാളീശ്വരന്റെ മുഖത്ത് പരിക്കേറ്റു. കാളീശ്വരൻ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. മുനക്കൽ ബീച്ചിൽ പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തിനശിച്ചു. ഉണങ്ങിയ പുല്ലിന് തീ പിടിക്കുകയും തുടർന്ന് തീ പ്ലാസ്റ്റിക് പൈപ്പുകളിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് എത്തി തീയണച്ചത്. എരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു. പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. പതിയാരം നീർത്താട്ടിൽ ചന്ദ്രന്റെ വീട്ടിൽ വളർത്തുന്ന പശുവാണ് പേയിളകി ചത്തത്. ദിവസങ്ങൾക്ക് മുൻപ് പേയ് പിടിച്ച തെരുവുനായ നാട്ടുകാരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ പശുവിനും കടിയേറ്റിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. പേയ് പിടിച്ച ലക്ഷണങ്ങൾ ഉള്ള പശു ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തലയിടിച്ച് ചോര വാർന്ന് ചാവുകയുമായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേയ് വിഷബാധയേറ്റതെന്ന് കണ്ടെത്തിയത്. പശുവുമായി ഇടപഴകിയവരെയും ചികിത്സ നടത്തിയ ഡോക്ടറെയും വാക്സിൻ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട്. പശുവിന്റെ പാൽ വാങ്ങുന്ന കുടുംബങ്ങളുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വാക്സിനേഷൻ നൽകുന്നുണ്ട്. പാൽ തിളപ്പിക്കാതെ കുടിച്ചവർ നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ 1500ഓളം പേർക്കാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്. എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പണം പിരിച്ചിട്ടും ഉച്ചഭക്ഷണമോ ലഘുഭക്ഷണമോ കൊടുക്കാത്തതിനുള്ള പ്രതിഷേധത്തെക്കുറിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരം വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ വെട്ടിയെടുത്തതായി പരാതി. 6ാം വാർഡ് കൌൺസിലർ രഞ്ജിതയ്ക്കെതിരെയാണ് ആരോപണമുയർന്നിട്ടുള്ളത്. കാവിൽക്കടവ് ആളംപറമ്പിൽ സാഫിറയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ ഐനിമരമാണ് മുറിച്ചു കൊണ്ടുപോയതെന്ന് തന്റെ സമ്മതമില്ലാതെയാണ് മരം മുറിച്ചതെന്ന് സാഫിറ പറഞ്ഞു. നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് മരം മുറിച്ചതെന്നാണ് വാർഡ് കൌൺസിലർ പറയുന്നതെന്നും എന്നാൽ നഗരസഭാ ഓഫീസിൽ നിന്നും തനിക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും സാഫിറ വ്യക്തമാക്കി.
സ്ഥലമാണ്. ഇവിടുത്തെ 6ാം വാർഡ് കൗൺസിലറായ BJP രഞ്ജിത എന്ന് പറയുന്ന ആള് ആ സ്ത്രീ ഞങ്ങളോട് പോലും പറയാതെ മരം വെട്ടുകയും മരം വെട്ടി അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വിറ്റ് കാശെടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്നാൽ ഞങ്ങളോട് ഒന്നും പോലും ചെയ്തില്ല. അവർ ഇഷ്ടത്തിന് വിൽക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ള കഷ്ണങ്ങളാണ് അവിടെ കൂട്ടിയിട്ടേക്കണത്. അന്നലെ അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള സാങ്ഷൻ വാങ്ങിയിട്ടാണ് വെട്ടിയതെന്നാണ് പറഞ്ഞത്. മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ ഒരു സാങ്ഷനും അവിടെ നിന്ന് കൊടുത്തിട്ടുമില്ല. അവിടെ ഒരാളുടെ പരാതിയും ഇതിനെപ്പറ്റി വന്നിട്ടില്ല എന്നാണ് പറയണത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൗൺസിലർക്കെതിരെ സാഫിറ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. കേരള പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെ രാവിലെ 7-നാണ് അദ്ദേഹം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ എത്തിയത്. ക്ഷേത്രത്തിലെത്തിയ DGPയെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ സ്വീകരിച്ചു. ഗുരുവായൂരപ്പനെ തൊഴുത് പ്രസാദം സ്വീകരിച്ച് 7:30 മടങ്ങി. നടൻ ജയസൂര്യയും ഈ സമയം ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നു. ദേശമംഗലം ഒലിച്ചിയിൽ അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം പള്ളം സ്വദേശി പയ്യാൻചോലയിൽ 45 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് കിടക്കുന്നത് കണ്ട നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കോർപ്പറേഷന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ടൗൺഹാളിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ സെക്രട്ടറി ഡോക്ടർ VP ഷിബു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ്, തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സദസ്സിനോടനുബന്ധിച്ച് കോർപ്പറേഷൻ ഭരണസമിതി നടപ്പിലാക്കിയ പ്രധാന പ്രവൃത്തികളുടെ പ്രദർശനം, വിവരണങ്ങൾ, കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു. അതേസമയം പ്രതിപക്ഷം വികസന സദസ്സ് ബഹിഷ്കരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി ഉൾപ്പെടെ ചില ഭരണപക്ഷ കൗൺസിലർമാർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. വലിയ സന്തോഷം എന്ന് പറയാൻ കാരണം 2010 മുതൽ 2015 വരെ ഞാനടക്കമുണ്ടായിരുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മൊത്തമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ വെറും 58 കോടി രൂപയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ ടർഫ് നവീകരണവുമായി ബന്ധപ്പെട്ട് മേയർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗ തീരുമാനത്തിനെതിരെ തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ വീണ്ടും രംഗത്ത്. അസോസിയേഷൻ ഉന്നയിച്ച പല കാര്യങ്ങളും യോഗം പരിഗണിച്ചില്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ ദിവസം മേയറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിനെതിരെയാണ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ ചുറ്റളവിൽ സ്റ്റാൻഡേർഡ് അത്ലറ്റിക്സ് ട്രാക്കിന് ആവശ്യമായ ഇടം സംരക്ഷിക്കപ്പെടണം എന്നാണ് ഇവരുടെ ആവശ്യം. ഫുട്ബോൾ ഗ്രൗണ്ടിന് ചുറ്റുമായി സ്ഥാപിച്ചിരിക്കുന്ന ഫെൻസിംഗ് നിലനിർത്തി നടത്തുന്ന ഏത് നവീകരണവും ഭാവിയിൽ 400 മീറ്റർ ട്രാക്ക് പുനഃസ്ഥാപിക്കുവാനുള്ള സാധ്യതകൾ ദുർബലപ്പെടുത്തുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫെൻസിംഗ് മാറ്റി സ്ഥാപിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ ടർഫ് നവീകരണത്തിന് തങ്ങൾക്ക് എതിർപ്പില്ലെന്നും അത് അത്ലറ്റിക്സ് ഇവിടെ നടക്കാൻ പാടില്ലെന്നാണ് ഫുട്ബോൾ അസോസിയേഷന്റെ ഹിഡൻ അജണ്ടയാണെന്നും അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ EU രാജൻ, സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, ട്രഷറർ V ഹേമലത, സംസ്ഥാന അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രതിനിധി രാജൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ചേറ്റുവയിൽ ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പിടികൂടി. മുനയ്ക്കക്കടവ് ചെറുവത്തൂർ വീട്ടിൽ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സീസ്റ്റർ ബോട്ടാണ് പിടിച്ചെടുത്തത്. 16 സെന്റിമീറ്ററിൽ താഴെയുള്ള 5000 കിലോ കോര മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നടത്തിയ പ്രത്യേക ക്യാമ്പിംഗ് ഓപ്പറേഷനിലാണ് ബോട്ട് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങൾ പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. ബോട്ടുടമയിൽ നിന്നും 98,000 രൂപ പിഴ ഈടാക്കി.
കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് സഹപ്രവർത്തകയായിരുന്ന പാർവതി എന്ന താൽക്കാലിക ജീവനക്കാരി വ്യാജരേഖ ചമച്ച് തന്റെ അക്കൌണ്ടിൽ നിന്നും 16 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായി ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജരായി വിരമിച്ച MK മുരളി ആരോപിച്ചു. കരുവന്നൂർ സ്വദേശി ചേരിപ്പറമ്പിൽ വീട്ടിൽ MK മുരളിയാണ് ആരോപണവുമായി രംഗത്തു വന്നിരിക്കുന്നത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ 1992 ജൂനിയർ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച ഇദ്ദേഹം വിവിധ ബ്രാഞ്ചുകളിൽ ജോലി ചെയ്ത ശേഷം 2021 മെയ് 31 മാനേജർ തസ്തികയിൽ നിന്നും വിരമിച്ചു. ഇക്കാലയളവിൽ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരിയായി നിയമിതയായ പാർവതി വ്യാജരേഖകൾ ചമച്ച് ഏകദേശം 16 ലക്ഷത്തോളം രൂപ അപഹരിച്ചു എന്നാണ് ആരോപണം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും DGP അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും മുരളി പറഞ്ഞു. സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ നടത്തുന്ന ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി അന്തിക്കാട് പഞ്ചായത്തിൽ നിന്ന് 19 കിലോ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നം പിടിച്ചെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന തരത്തിൽ സോക്കേജ് പിറ്റുകളും കണ്ടെത്തി. കുടിവെള്ള പരിശോധന സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് കാർഡ് തുടങ്ങിയവയും പരിശോധനയ്ക്ക് വിധേയമാക്കി. സംയുക്ത പരിശോധനയ്ക്ക് ജോയിന്റ് BDO AV സന്ദീപ്, എക്സ്റ്റൻഷൻ ഓഫീസർ അജിത് രാജ്കുമാർ, ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MP ബിനോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. CPM നേതാവായിരുന്ന KK മാമക്കുട്ടിയുടെ 9ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ നടന്നു. CPM വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബീദാസ് ഉദ്ഘാടനം ചെയ്തു. NS ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി KK ബാബു, TV സമ്പശിവൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കലിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ശോഭാ സിറ്റിക്ക് മുന്നിൽ പാലം നിർമ്മാണം നടക്കുന്നതിനാൽ പോലീസാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. മുണ്ടൂർ, ഏഴാങ്കല്ല്, കേച്ചേരി, മഴുവഞ്ചേരി എന്നിവിടങ്ങളിൽ റോഡ് വീതി കൂട്ടാത്തതിനാൽ ഈ ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മാത്രമല്ല, ഇടുങ്ങിയ റോഡിന് നടുവിലെ വീതിയിലുള്ള ഡിവൈഡറുകൾ മൂലം ഈ ഭാഗങ്ങളിൽ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പോലും സാധ്യമല്ല. ഏഴാങ്കല്ല് സെന്ററിൽ ഒരു ബസ്സിന് പോകുവാനുള്ള വീതി മാത്രമാണ് റോഡിനുള്ളത്. അമ്പതോളം കേസുകളിലെ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. കൊല്ലം കടക്കൽ സ്വദേശി പ്രവീണിനെയാണ് അറസ്റ്റ് ചെയ്തത്. വരവൂർ സ്വദേശിയെ ആക്രമിച്ച കേസിൽ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വരവൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചതായി പ്രതി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെ 50ഓളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സുപ്രീം കോടതിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായിയെ ചെരിപ്പറിഞ്ഞ് അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് നടവരമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി. നടവരമ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഇരിങ്ങാലക്കുട കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് PK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. PK ജയൻ അധ്യക്ഷനായിരുന്നു. KK സുജാത, TM അനിൽകുമാർ, KS ദിലീപ്, ഷിബു നടവരമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ലോക മാനസികാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. DMO ഡോക്ടർ TP ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KR ബേബി ലക്ഷ്മി, ഡോക്ടർ സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 41ാമത് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനി ഞായർ ദിവസങ്ങളിൽ അയ്യന്തോൾ ഉദയനഗർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടക്കും. വിവിധ വിഭാഗങ്ങളിലായി 420ഓളം പേർ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സമ്പശിവൻ ഉദ്ഘാടനം ചെയ്യും. സമ്മാനദാനം ഞായറാഴ്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് EG സത്യപ്രകാശ്, സെക്രട്ടറി KP ദിനേശൻ, KP കൃഷ്ണദാസ്, KR ബാബു എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ ജില്ലയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു നയിക്കുന്ന ജാഥ ശനിയാഴ്ച രാവിലെ 9:30 ചേലക്കരയിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് 5:30 കാട്ടൂർ ജംഗ്ഷനിൽ ജാഥ സമാപിക്കും. സമാപന സമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു, ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറിമാരായ KN സജീവൻ, റോയ് K ദേവസി, ജില്ലാ സെക്രട്ടറി ഷാജി ചിച്ചിലപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റെസ്ലിംഗ് മത്സരത്തിൽ 97 കിലോഗ്രാം വിഭാഗത്തിൽ MR ഈസുദ്ദീൻ സ്വർണം നേടി. മാറമ്പള്ളി MES കോളേജിന് വേണ്ടിയാണ് റയീസുദ്ദീൻ മത്സരിച്ചത്. 3ാം വർഷ BCom MS FT ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ആദൂർ സ്വദേശികളായ റഫീഖ് തങ്ങൾ, നൌഷിജ ദമ്പതികളുടെ മകനാണ് റയീസുദ്ദീൻ. ശബരിമലയിലെ സ്വത്തുക്കളും ഭക്തരുടെ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എൽദോ തോമസ്, വർഗീസ് വാഗയിൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറപ്പൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സംഗമം അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, കോൺഗ്രസ് നേതാക്കളായ ജെയിംസ് മാളിയമ്മാവിൽ, A സതീശൻ, ജെയിംസ് ചിച്ചിലപ്പിള്ളി തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം DCC സെക്രട്ടറി സിജു പാവറട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ വിമല സേതുമാധവൻ, ജെറോം ബാബു, ജോസഫ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഹൈബ്രിഡ് പച്ചക്കറി തൈകൾക്ക് ആവശ്യക്കാരേറെ. തൈകൾക്ക് 3 രൂപയാണ് വില. മുളക്, വെണ്ട, വഴുതിന, പാവൽ, പയർ, പടവലം, ചീര, കോളിഫ്ലവർ, കാബേജ്, കാരറ്റ്, ബീട്രൂട്ട്, പുതിന തുടങ്ങിയ തൈകൾ ലഭ്യമാണ്. പ്രതിമാസം 20,000 രൂപയുടെ വിൽപ്പന നടക്കുന്നുണ്ട്. പോളി ഹൌസ് തൈകൾ വിൽപ്പന നടത്തുന്നതിലെ ലാഭം ഉപയോഗിച്ചാണ് ജയിൽ കൃഷിത്തോട്ടങ്ങളിലേക്ക് ആവശ്യമായ ഹൈബ്രിഡ് വിത്തുകളും ജൈവവളം, ജൈവ കീടനാശിനി എന്നിവ വാങ്ങുന്നത്. പോയ വർഷം 65 മെട്രിക് ടൺ ജൈവ പച്ചക്കറി ഉൽപാദനം എന്ന റെക്കോർഡ് നേട്ടം കൈവരിച്ചിരുന്നു. സെയിൽസ് കൗണ്ടർ വഴി ജൈവ കുക്കുംബർ, ചുരക്ക എന്നിവയും വിൽക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി എടവിലങ്ങ് കാതിയാളം യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും വെൽഫെയർ പോയിന്റ് ജനസേവന കേന്ദ്രം വാർഷികാഘോഷവും ആദരവും നടന്നു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി
ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സുലൈമാൻ കാദിയാളം, യൂണിറ്റ് പ്രസിഡന്റ് ആബിദ് കാദിയാളം, യൂണിറ്റ് കമ്മിറ്റി അംഗം ടി.കെ. ഫൈസൽ എന്നിവർ സംസാരിച്ചു. വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മുടെ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ഏറ്റെടുക്കുവാൻ തൃശൂർ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിലെ ലാലൂർ ബക്കർ നഗറിൽ റോഡ് ഇന്റർലോക്ക് കട്ട വിരിച്ചും പ്രദേശത്തെ ഇരിപ്പിടങ്ങൾ മറ്റും സ്ഥാപിച്ചും നവീകരിച്ചു. ഡെപ്യൂട്ടി മേയർ എം.എൽ. റോസി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ സുനിത വിനു അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ കെ. രാമനാഥൻ, മുൻ കൌൺസിലർ എ. പ്രസാദ് എന്നിവർ പങ്കെടുത്തു. മുൻ MP ടി.എൻ. പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. വിശ്വാസികളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹൻ പാറത്തൊടി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ M. അയ്യാവു, ബിജു തടത്തിവിള, T.K. കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമലയിലെ സ്വർണ്ണക്കളവിന്റെ ഉത്തരവാദികളായ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി V.N. വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P.S. പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് A. അബ്ദുൾ മജീദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P.C. ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത്, O.S. വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചത്വരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം K. നവാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K.V. ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. H.M. നൌഫൽ, K.V. യൂസഫ് അലി, അനീഷ് പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പാചകപ്പുരയുടെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T.R. ഷാബി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷൻ C.F. ജോയ്, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ്, വാർഡംഗം വിമല നാരായണൻ, PTA പ്രസിഡന്റ് VM. നസീദ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കൊടകര പഞ്ചായത്തും സംയുക്തമായി നടത്തിയ കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K.G. രജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ, CD സിബി, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ സംസാരിച്ചു. വിശ്വാസത്തെ എതിർത്തും വിശ്വാസികളെ ചൂഷണം ചെയ്തും CPM കള്ളക്കളികൾ തുടരുകയാണെന്നും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ സമാധാനം പറയണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM. സാദിഖ് അലി ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് PM. ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ ASM അസ്ഖർ അലി തങ്ങൾ, അഡ്വക്കേറ്റ് VM. മുഹമ്മദ് ഗസാലി, A. അബ്ദുൾ മനാഫ്, അബ്ദുള്ള ബാബു, AM. നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ ആലുക്കപ്പാടം നഗറിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ച സംഘടിപ്പിച്ചു. KK. രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM. ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK. അസൈൻ, പഞ്ചായത്ത് അംഗം KB. സീബ എന്നിവർ സംസാരിച്ചു.
വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം 27-ന് നടക്കുന്ന സ്കന്ദഷഷ്ഠി മഹോത്സവത്തിന് നോട്ടീസ് പ്രകാശനം നടന്നു. ടി.പി. ഗിരീശൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ, ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ്, സുബ്രഹ്മണ്യ സേവാ സമിതി പ്രസിഡന്റ് സി വിദ്യാസാഗർ, വി.ആർ. ശ്രീകാന്ത്, ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം അമ്പലപ്പാറ പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സദസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി. വിജയലക്ഷ്മി അധ്യക്ഷയായി. ജില്ലാ റിസോഴ്സ് പേഴ്സൺ കുഞ്ഞുമുഹമ്മദ് കുട്ടി, പഞ്ചായത്ത് സെക്രട്ടറി കെ.എൽ. നിഷ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി. ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക കാർഷിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തിലെ ഉണ്ണികൃഷ്ണൻ, സുദീപ് പതിയിൽ എന്നിവരെ സദസ്സിൽ ആദരിച്ചു. സംസ്ഥാനത്തുടനീളം ഒരു കാലമാണ് ഈ 4.5 വർഷക്കാലം കഴിഞ്ഞു പോയത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചേമ്പിൽ ചന്ദ്രൻ സ്മാരക കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും വികസന രേഖയുടെ പ്രകാശനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 11-ന് മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EV പ്രബീഷ്, BDO KM വിനീത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. ഭക്ഷ്യവ്യവസായ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി മനക്കുടി കിഴക്കുംപുറത്ത് റോയൽ ട്രിച്ചൂർ ബേക്സ് എന്ന പുതിയ സംരംഭം പ്രവർത്തനമാരംഭിച്ചു. പുത്തൻ പരീക്ഷണങ്ങളുമായി വനിതാ സംരംഭകരായ ശ്രുതി സന്ദീപ്, സലിത മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കിഴക്കുംപുറം സാവിയോ ഹോമിന് സമീപം മാസ് ടവറിൽ റോയൽ ട്രിച്ചൂർ ബേക്സ് പ്രവർത്തനം ആരംഭിച്ചത്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ RBT ട്രേഡ് മാർക്കിൽ ആരംഭിച്ച റോയൽ ട്രിച്ചൂർ ബേക്സിന്റെ പുതിയ ബ്രാൻഡ് ലോഞ്ചിംഗും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം K. രാകേഷ്, റോയൽ ട്രിച്ചൂർ ബേക്സ് സാരഥികളായ ശ്രുതി സന്ദീപ്, സലിത മനോജ് എന്നിവർ പങ്കെടുത്തു. സന്ദീപ് സദാനന്ദൻ, ചീഫ് ഷെഫ് അബ്ദുൾ അനീസ്, ഓപ്പറേഷണൽ മാനേജർ KC അനൂപ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തുടർന്ന് ക്രിസ്മസ് പുതുവർഷ ആഘോഷത്തിനായി തയ്യാറാക്കുന്ന 10,000 കിലോയോളം വരുന്ന കേക്ക് മിക്സിംഗ് സെറിമണിയും നടന്നു. വരും ദിവസങ്ങളിൽ റോയൽ ട്രിച്ചൂർ ബേക്സിന്റെ ഫുഡ് കോർട്ടുകൾ തൃശൂർ ഗിരിജ തിയേറ്ററിന് സമീപവും കാഞ്ഞാണിയിലും ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7561816000. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,210 രൂപ, പവന് 89,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് തകർന്നു. ട്രെയിൻ ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി നിർത്തിയിട്ടു. പോലീസിനെ തള്ളിയിട്ട് വിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്ക് ശേഷം ചേർപ്പ് പോലീസ് പിടികൂടി. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച 2 പേരെയും പോലീസ് പിടിയിലായി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് 64 ദിവസം.
ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നത് വ്യാപകം. പുഴയിൽ നിന്നും ദിവസങ്ങൾ എടുക്കുന്നത് 100 കണക്കിന് ടൺ മണൽ. വാൽപ്പാറയിൽ വീണ്ടും കരടിയുടെ ആക്രമണം. നടന്നു പോകുന്നതിനിടെ എസ്റ്റേറ്റ് ജീവനക്കാരനെയാണ് ആക്രമിച്ചത്. വാൽപ്പാറയിൽ കരടി ആക്രമണം തുടർന്നത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തിനശിച്ചു. എരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു. പശുവിന്റെ പാൽ കുടിച്ചവർ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.